ചാൾസ് വാലിസ് എന്ന എഴുത്തുകാരൻ ഒരു ജാപ്പനീസ് വിദ്യാർത്ഥിയുടെ കഥ പറയുന്നുണ്ട്. തികച്ചും താന്തോന്നിയായി ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഒരു യുവാവിന്റെ കഥ. അകന്നു പോയിട്ടും യേശു തന്നെ പിന്തുടരുന്നത് പോലെ, അവിടുത്തെ ആകർഷണ വലയത്തിൽ തന്നെ ഒതുക്കിയതുപോലെ അവന് ഒരു തോന്നൽ. അവൻ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: "The strange thing about Jesus is that you can never get away from him." നാം എത്ര ശ്രമിച്ചാലും യേശുവിനെ പിടിവിട്ടു പോകുവാൻ സാധിക്കുകയില്ല എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് അവൻ കുത്തിക്കുറിച്ചു. വിശുദ്ധ പൗലോസ് ഇതിന് നല്ല ഒരു ഉദാഹരണമാണ്. ക്രിസ്ത്യാനികളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൂട്ടുനിന്നവനാണ് സാവൂൾ. ക്രൈസ്തവരെ തിരഞ്ഞു പിടിച്ച് പീഡിപ്പിച്ചപ്പോഴും യേശു അവന്റെ പുറകെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അവനൊരു നല്ല മനുഷ്യനാണ്. അവനെ തനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുതിരപ്പുറത്ത് കയറി ദമാസ്കസിലേക്ക് പോയവനെ ആകാശത്തു നിന്ന് ക്രിസ്തു വിളിച്ചു: "സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്?" യേശു തന്റെ പുറകെയുണ്ട് എന്ന് സാവൂളിന് മനസ്സിലായി. അവൻ ക്രിസ്തുവിനെ പ്രണയിച്ചു. ക്രിസ്തു അവനെ തന്റെ സുവിശേഷ പ്രഘോഷകനാക്കി. ആൽഫ്രഡ് ഡെന്നിസൺ യേശുവിനെ പറ്റി ഇങ്ങനെ പാടി: "ഒരിക്കലും ഉണർന്നിട്ടില്ലാത്ത, മറക്കാനാവാത്ത ആഗ്രഹങ്ങൾ അവൻ നിന്നിൽ ഉണർത്തും. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നക്ഷത്രങ്ങൾ അവൻ നിനക്ക് കാണിച്ചു തരും." നമുക്കും ക്രിസ്തുവിന്റെ സ്വരം കേൾക്കാം. ക്രിസ്തുവിന്റെ ശബ്ദം മനസാക്ഷിയുടെ മന്ത്രണമായ സഹോദരയുടെ ശബ്ദമായി നമ്മിലേക്കും കടന്നു വരുന്നുണ്ടാകും. അത് കണ്ടെത്തുന്നതിലാണ് പലപ്പോഴും നാം പരാജയപ്പെടുക. പൗലോസിനെ പോലെ നമുക്കും ആ തിരിച്ചറിവിലേക്ക് കടന്നു വരാം.